ഡയലോഗ് ഒരു സെക്കൻഡ്. 2 hours later. ഇറങ്ങാവുന്ന നമുക്ക് തമിഴിൽ എങ്ങനെയെങ്കിലും സംസാരിക്കാം. ദൈവമേ അടിപൊളി. ഇതെന്താ ഇത്? സിനിമയിലൊക്കെ നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ കാണുമ്പോൾ എന്തൊരു ഹീറോയിസവും മാസ് എൻട്രിയും ആറ്റിറ്റ്യൂഡും ഒക്കെ. അപ്പൊ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സിനിമാ താരം മുഖ്യമന്ത്രിയായ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ സിനിമയിലൊക്കെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി, ലൂസിഫറിലെ മോഹൻലാലും അങ്ങനെ വന്നു. അതേപോലെ കടയ്ക്കൽ ചന്ദ്രനായിട്ട് നമ്മുടെ മമ്മൂട്ടി മണ്ണിൽ വന്നു. പിന്നെ സഖാവിലെ നിവിൻ പോളി, പിന്നെ സിയയിലെ ദുൽഖർ, അങ്ങനെ എന്തോരം നേതാക്കന്മാരാണ് നമ്മുടെ സിനിമയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ചോദ്യം അതാക്കിയാലോ, ഒരു സിനിമാ താരം കേരള മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് ആരായിരിക്കണം? നൈസ് ചോദ്യം. കം ഓൺ. ചേട്ടന് നമ്മുടെ മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ താരം ആരാണ്? ജോണി ആന്റണി നല്ലൊരാളാണ്. ജോണി ആന്റണി. എന്തുകൊണ്ട് ജോണി ആന്റണിയുടെ പേര്? ആള് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ നോർമൽ ഒരു പേഴ്സൺ അല്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണ്. സുരേഷ് ഗോപി. സുരേഷ് ഗോപി. അതിനാ സുരേഷ് ഗോപിയുടെ പേര് പറയാൻ? എം പി ആയോണ്ടാണോ? അത് വിജയ് ഇഷ്ടമാണോ? വിജയ് ഇഷ്ടം. വിജയ് വരണം. വോട്ടിടാൻ പോവും. പോവും. ദിലീപ്. സുരേഷ് ഗോപി. മോക്കെന്തോ പറയാനുണ്ടല്ലോ? മമ്മൂട്ടി. ഞാനും മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി ഫാൻ. മമ്മൂക്ക പറയാനുള്ള കാരണം എന്താ? നല്ലോണം ആക്ഷനും ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ താരത്തിന്റെ പേര്? മമ്മൂട്ടി. എന്താ ചേട്ടാ മമ്മൂട്ടി എന്ന് പറയാൻ? എനിക്കിഷ്ടം. മമ്മൂട്ടി വന്നാൽ നല്ലതായിരിക്കും കേരള മുഖ്യമന്ത്രിയായിട്ട്. പിന്നെ അടിപൊളിയായിരിക്കില്ലേ? മോഹൻലാൽ. രണ്ടുപേരും മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ്. മോഹൻലാൽ വന്നാൽ തകർക്കും. നന്നായിരിക്കും. മമ്മൂട്ടി ഫാനാണ്. മോഹൻലാൽ ഫാനല്ലേ? മോഹൻലാൽ ഫാനാണ്. പൃഥ്വിരാജ് കട പൊളിക്കും. എന്നോ ഭയങ്കര എന്തായിരിക്കും എന്നുവെച്ചാല് പുള്ളിക്കാരനല്ല എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു നിലപാടുള്ള ഒരു വ്യക്തിയാണ്. ടൊവിനോ തോമസ്. എനിക്കങ്ങനെയില്ല. മുഖ്യമന്ത്രിയായിട്ട് വരണ്ടാരും. മോഹൻലാൽ. എന്താ മോഹൻലാൽ എന്ന് പറയാൻ കാരണം? ആക്ഷൻ. നല്ലൊരു നടനല്ലേ? യങ്സ്റ്റേഴ്സ് വന്നാൽ മതി മുഖ്യമന്ത്രിയായിട്ട്. നമ്മളൊരു വൈഭവല്ല. ഇന്നത്തെ വൈറ്റ് ടോക്കിൽ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. അപ്പൊ എല്ലാവരും അവരുടെ ഫേവറേറ്റ് ഹീറോസിന്റെ പേരാണ് പറഞ്ഞത്. മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ അങ്ങനെ തുടങ്ങുന്ന ആക്ടേഴ്സിന്റെ പേര്. ഈ നടന്മാരെ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇപ്പൊ സജീവമാണല്ലോ. അപ്പൊ ഭാവിയിൽ ഈ പറഞ്ഞ ആരെങ്കിലും വരാതിരിക്കത്തില്ല. അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് കൂടെ പൂർണ്ണമാവുകയാണ്. സരിക സജി ആൻഡ് സിയ സൂസൻ സാം സൈനിങ് ഓഫ്. ബൈ.